നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സാർ, വീണപ്പോഴേ ഹോസ്പിറ്റലിൽ പോകണമെന്ന് ഞാൻ ചോദിച്ചാണ് സാർ. അത് മൈൻഡ് ചെയ്യാതെ ഇവൾ അപ്പോഴേ മുറിയിലേക്ക് കയറി വാതിലടക്കുകയെ ചെയ്തേ. പറഞ്ഞു കേട്ടതിൽ നിന്ന് രവിക്ക് ഹർഷയോട് വലിയ ദേഷ്യമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഹർഷയ്ക്കാണ് രവിയോട് പ്രതിഷേധം. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? ഉണ്ട് സർ. എന്റെ ഭർത്താവ് എനിക്കെതിരെ ഡിവോഴ്സ് നോട്ടീസ് അയച്ചിരിക്കുക. ഒരു വീട്ടിലാണെങ്കിലും ഒരുമിച്ചല്ല, രണ്ട് വ്യക്തികളായിട്ടാണ് ഞങ്ങൾ കഴിയുന്നത്. ശരിയാണോടോ ഇതൊക്കെ? അതെ സാർ. ഞാൻ ഹർഷയെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചതിന് കാരണം ഇതൊക്കെ തന്നെ. സാർ, ഇവൾക്ക് എന്നേക്കാൾ വലുത് ദാ ഇവരൊക്കെ തന്നെ. രവി ഹർഷയ്ക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ച കാര്യം ഇന്ദറിനറിയോ? ഇല്ല സാർ, എനിക്കറിയില്ലായിരുന്നു. എടോ, നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുള്ളവരാണെന്നല്ലേ പറഞ്ഞത്? എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് സംസാരിച്ച് തീർത്താ പോരെ? ഡിവോഴ്സിലേക്കൊക്കെ പോകേണ്ട കാര്യമുണ്ടോ? ഉണ്ട് സാർ. കോടതിയിൽ മാത്രം പറയേണ്ട കാര്യങ്ങൾ ചിലത് വേറെയും ഉണ്ട്. ഓക്കെ, കോടതിയുടെ പരിഗണനയിലുള്ള കാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ. രണ്ടുപേരുടെയും പരാതിയിൽ വേണമെങ്കിൽ ഞാൻ കേസെടുക്കാം. സാർ, എൻ്റെ പരാതിയിൽ കേസെടുക്കണമെന്നില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ സ്വതന്ത്രമായി താമസിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നാൽ മതി. കോടതി ഒരു തീരുമാനം എടുക്കും വരെ ഹർഷയ്ക്ക് ആ വീട്ടിൽ താമസിക്കാനുള്ള അവകാശം ഇല്ലേ രവി? ഉണ്ട് സാർ. ഹർഷ താമസിക്കുന്നതിൽ എനിക്ക് ഒരു എതിർപ്പുമില്ല. പക്ഷേ എനിക്കിഷ്ടമില്ലാത്തവരവിടെ വന്നാൽ ഞാൻ പ്രതികരിച്ചു പോകും സാർ. എൻ്റെ വീട്ടിൽ എനിക്ക് എൻ്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കണം സാർ. അതിന് ആ വീടിൻ്റെ ഒരു ചാവി എൻ്റെ കയ്യിലും വേണം. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചോളാം. ഈ പറഞ്ഞത് ന്യായമായ കാര്യമാണ്. വീടിന്റെ ഒരു കീ ഹർഷയ്ക്ക് കൊടുക്കുന്നതിൽ രവിയുടെ അഭിപ്രായം എന്താ?